നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരിക്കൽ കൂടി ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇനിയും ഈ 3 പേര് വരാൻ പറ്റുമോ നോക്കാം. 3 പേരുള്ള ദിവസം, അവൈലബിൾ ആയിട്ടുള്ള ദിവസം എത്തുക എന്നുള്ളതാണ്. കാരണം ഒരു 3 പേര് കുറഞ്ഞ എങ്ങനെയാണ് ഒരു വെടിവട്ടത്തിന് ഇരിക്കുന്നത്. അത് എന്നോട് പറഞ്ഞ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ആൽമരം വിചാരിക്കും, ഇത്രയും ആൽമരത്തിന് സാധാരണ നിങ്ങൾ 2 പേര് ചുമ്മാ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ 2-3 പേരൊക്കെ. പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ആൽമരത്തിന് ചോട്ട് കൂടിയാണ് ആൾ വൈകുന്നേരത്ത് ഇങ്ങനെ സംസാരമൊക്കെ നടത്തുന്നത്. ചായക്കട ആൽമരമൊക്കെ. അല്ല, ഇത് ഞങ്ങളുടെ അവിടെ കൈപ്പട്ടൂർ എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അവിടെ ഒരു വയോജന സദസ്സുണ്ട് വൈകിട്ട്. അത് വലിയ വാർത്തകളിൽ നിറഞ്ഞ ഒരു സംഭവമാണ്. ഈ പത്തനംതിട്ടയിൽ അടൂരിന് പോകുന്ന വഴിക്കുള്ള പ്രധാന അവിടെ കരിക്കിനേത്തിന്റെ ഒരു പഴയ തുണിക്കടയുണ്ട്, കരിക്കിനേത്ത് ടെക്സ്റ്റൈൽസ് ഉള്ളത് അവിടെ തന്നെ. ആ ജംഗ്ഷനിൽ വൈകിട്ട് ഇതുപോലെ ഒരു ഈവനിങ്ങിൽ ഒരു 10-12 പേര് വയോജനങ്ങൾ ചേർന്നിട്ട് ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. ഈ ലോകത്തുള്ള സകല കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കും. വളരെ രസകരമാണ് അത്. ഒരു ദിവസം പോലും മഴയായാലും വെയിലായാലും കൃത്യമായിട്ട് അവരവിടെ. കൊച്ചിയിൽ മറൈൻ ഡ്രൈവർ, ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വൈകുന്നേരത്ത് പി രാജൻ സാറ്, KS രാധാകൃഷ്ണൻ സാറ്, പിന്നെ വേറെ കുറെ വലിയ പ്രമുഖരായ കൊച്ചിയിലെ ആള് അവിടെ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ ഇപ്പുറത്ത് മാറി നിന്ന് കേട്ടോണ്ടിരിക്കും. ഈ നേരത്തെ പറയുന്നത് അതിന്റെ ഒരു നേർപതിപ്പാണ് സത്യത്തിൽ നമ്മുടെ ഈ ലൂ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ അവസാന ഘട്ടവും പൂർത്തിയായിരിക്കുന്നു. 3 ദിവസത്തിന് ശേഷം ചെറിയ നാണക്കേട് പറയേണ്ടി വരും. എന്നെ നമ്മുടെ പി പ്രസാദിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ ബഹള ശബ്ദമൊന്നും ഇല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടും മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നു. വളരെ മനോഹരമായി. ഇതിനകത്ത് വളരെ ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത് റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിലെനിക്കൊരു ചെറിയ വേദനയുണ്ട്. കാരണം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റും മലയോര കർഷകരും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ വേദന അറിയാവുന്ന ഒരു മലയോര കർഷകൻ എന്ന നിലയിൽ സണ്ണി ജോസഫ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. കേമാനി സാർ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് AP അനിൽകുമാറിന് കർഷകന്റെ വേദന മനസ്സിലാവുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. അല്ല, മലയോര കർഷകർ കൂടെ ആയതുകൊണ്ട് സണ്ണി ജോസഫ് റവന്യൂ മന്ത്രിയായിരുന്നല്ലോ ആ സമയത്ത്. ഈ മലയോര മേഖല, പ്രത്യേകിച്ച് കോന്നിയുടെ MLA ആയിരുന്ന സ്ഥിതിക്ക് ആ മലയോര മേഖലയിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ 82-ൽ പി ജോസഫ് റവന്യൂ മന്ത്രിയായിരുന്നു കർണാടക മന്ത്രിസഭയിൽ. 82-ൽ. അതേസമയം അതിന് പകരമുണ്ട്, അതിനൊരു ബദലുണ്ട്. അതായത് ഈ മലയോര കർഷകരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന വനം വകുപ്പാണ്. ഈ വനം വകുപ്പ് ഷിബുവിന് കറക്റ്റ് അറിയാം, മനുഷ്യപക്ഷത്ത് നിൽക്കാൻ അറിയാം. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും. വനം വകുപ്പിൽ നിന്നുള്ള ഉപദ്രവം പറയാറുണ്ട്, എക്സൈസിനെ പോലീസിനേക്കാളും വലിയ മർദ്ദക വീരന്മാരിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. അത് മർദ്ദക വീരന്മാരെന്ന് പറഞ്ഞാല് ജില്ലറ അടിയാന്ന് പഠിക്കുന്നത്. ഈ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടോണ്ട് മത്തായിയെ പിന്നെ ഇടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അന്വേഷണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് ഈ അവിടെ പോലീസുകാരെ വനത്തിൽ കിടന്ന പോലീസുകാരെ ഈ വനം നമ്മൾ കാട്ടിൽ അതിക്രമിച്ച് കയറുന്ന നമ്മളൊരു കേസെടുക്കാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അടിക്കാൻ വേണ്ടി കാട്ടിലെ പോയിക്കൊണ്ടിരുന്നത്. ഇനി വന നിയമം കാരണം ഞങ്ങൾ കാട്ടിൽ പോയിരുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് അടിക്കുക. അതിന്റെ രസം ആ വകുപ്പ് അത് അപകടകരമായ ഒരു വകുപ്പാണ്. അവർക്ക് അത് എന്ത് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വകുപ്പാണ്. എന്നിട്ട് ആ വകുപ്പാണ് പിണറായിയുടെ കാലത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാടിന് പുറത്തും, അതായത് നമ്മുടെ നാട്ടും പുറത്തും ഇവർക്ക് ഒരാളെ വന്ന് വീട്ടിൽ പിടിക്കാൻ അവസ്ഥ ഉണ്ടാക്കി. നമ്മൾ വനത്തിൽ പിന്നെ അത് പക്ഷെ നടന്നില്ല. വലിയ എതിർപ്പില്ലല്ലേ. അത് പത്തനംതിട്ടക്കാരൻ നിങ്ങളുടെ ജോണി മറ്റേ വക്കീല് ഗംഭീരം വക്കീലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ഷിബു ബേബി ജോണിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തായിരിക്കും. അതായത് അദ്ദേഹം സ്ഥലത്തിന്റെ പേരാ വളവ്, അമ്പലത്തിന്റെ പത്തനംതിട്ട നമ്മളെ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് മലയാളപ്പുഴയല്ലേ, മലയാളപ്പുഴ അമ്പലത്തിന്റെ ഈ നമ്മൾ റാന്നിക്ക് പോകുന്ന വഴിയുടെ ഒരു വഴിയുണ്ടല്ലോ, ആ സ്ഥലത്ത് മണ്ണാറക്കുളഞ്ഞ ആ വളമുണ്ട്. ആ വളവിലാണ് അദ്ദേഹത്തിന് വീട്. ഞാൻ ഈ അടുത്ത കാലത്ത് പോയി. എന്തൊരു ഈ മലയോര കർഷകന്റെ വിഷയത്തെ കുറിച്ച് പുള്ളി അതെല്ലാം പഠിച്ചിട്ടുണ്ട്. മത്തായിയുടെ വിഷയം മൂപ്പിച്ചോണ്ട് വന്ന പുള്ളിയാണ്. എല്ലാ വിഷയം ഇത്തരം വിഷയത്തിന് ശേഷമാണ് കെഫ എന്ന് പറഞ്ഞിട്ട് കിഫ അവസാനം മാറി. പക്ഷേ കിഫ അതിനെതിരെ നിന്നിട്ടില്ല. പക്ഷെ ഞാനൊന്ന് ഷിബുവിന് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ, കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ വനം മന്ത്രിയാണുള്ള കാര്യങ്ങൾ. ഷിബു ബേബി ബേസിക്കലി പ്രൊഫഷണലും കൂടിയാണല്ലോ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്നോട് പറഞ്ഞു മനുഷ്യനാണ് ഫസ്റ്റ്, രണ്ടാമതാണ് എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ കാട് സംരക്ഷിക്കുകയും ചെയ്യണം. അപ്പൊ എന്തായാലും വകുപ്പായി. ഇതിനകത്ത് ഞാൻ നോക്കിയിരുന്ന വകുപ്പുകൾ പ്രധാനപ്പെട്ട 2ആണ്. ഒന്ന് ആരോഗ്യവും
രണ്ടാമത്തേത് ആഭ്യന്തരം. അല്ല, ആഭ്യന്തരം തീർച്ചയായും ആരോഗ്യവും ആഭ്യന്തരവും തൊഴിലുമാണ് നോക്കിയിരുന്നത്. ഏറ്റവും രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ആർക്കും തൊഴിൽ വേണ്ടായിരുന്നു. ബിന്ദുകൃഷ്ണൻ കൊടുത്തു. അതായത് ഞാൻ CP ജോണിനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയെങ്കിലും തൊഴിൽ ഒരുപാട് വേണ്ടതെന്ന് പറഞ്ഞു. ഷിബു സാറിനെ വിളിച്ചു ചോദിച്ചു, അവർ ഞാൻ ഒരു വിധത്തില ഒഴിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അവരായിരുന്നു എടുക്കേണ്ടത്. അവസാനം ഇത് ബിന്ദുകൃഷ്ണൻ തലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷത്തിൽ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഒഴിഞ്ഞു മാറുക. ബിന്ദുകൃഷ്ണയ്ക്ക് ശിശുക്ഷ വനിതാ ശിശുക്ഷ തൊഴിലുണ്ട്. അപ്പൊ എനിക്കതിൽ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തൊഴിൽ മന്ത്രിക്ക് അവരോട് കരുണമാണ്. അവരുടെ പശ്ചാത്തലം കൃത്യമാണ്. കാരണം അമ്മ കശുവണ്ടി തൊഴിലാളിയായിരുന്നു, അച്ഛന് ചായക്കട നടത്തിയിരുന്നു. അതുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്നതിൽ പ്രതീക്ഷയാണ്. ആരോഗ്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ നേഴ്സുമാരുടെ സമരമാണ്. ഈ നേഴ്സുമാരെ ചൂഷണം ചെയ്ത് അവസാനിപ്പിക്കുന്ന ആരോഗ്യമന്ത്രി നമുക്ക് സാധ്യതയുള്ള പരിചയമുള്ള ആളാണ്. ആരോഗ്യം തൊഴിലും കൂടെ ഒന്നിച്ച് തൊഴിൽ, അതാണ് ഞാൻ ആരോഗ്യം തൊഴിലും രണ്ടും ബന്ധപ്പെട്ടിട്ടാണ്. ഇത് മാത്രമാണ് എനിക്ക് ആകെപ്പാടുള്ള താല്പര്യം. നേഴ്സുമാരുടെ താല്പര്യം സംരക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ ആകെപ്പാട് നോക്കി. പിന്നെ ആഭ്യന്തരം തീർച്ചയായിട്ടും. കാരണം നമ്മളെ വേട്ടയാടുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടാവും. അതെ, എന്തായാലും പറ്റൂല. നമുക്ക് മന്ത്രിമാരെ ഒരു കുടിയൊഴിപ്പിക്കും. ശ്രീനിജം ബഹളം വെക്കുന്നുള്ളൂ. ഈ അവര് തന്നെ പറഞ്ഞിട്ട് 14 തവണ അവർ ഒഴിപ്പിക്കാൻ വന്നിട്ട് നടന്നില്ല. എന്തുകൊണ്ട് എന്നിട്ട് ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പം UDF സർക്കാരിനെതിരെ ബഹളം വെക്കുവാണ്. അത് മാത്രമല്ല, ഇപ്പോഴേ ഈ പോലീസ് അങ്ങോട്ട് മാറിയിട്ടില്ലോ. പിണറായിയുടെ പോലീസാണ്. അത് തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ കുത്തിത്തിരി ഒരു കമ്മീഷണർ മാറ്റിയിട്ടുള്ള ചെറിയ തോതിൽ മാറ്റം വരുന്നുണ്ട്. അല്ല, ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം എവിടെയോ ഞാൻ ഇങ്ങനെ വായിച്ചു, CPM-കാർ പറഞ്ഞു, മനോരമ ന്യൂസ് ചാനലിലാണ് കണ്ടത്, ഒരു കാരണം ശ്വാസം വിടാലും പോലും അത് അനുവദിക്കരുത്, ഇവന്മാരെ സമരം ചെയ്ത് നശിപ്പിച്ചിരിക്കണമെന്നാണ്. അതിന്റെ ഭാഗമാണിത്. KSRTC ബസ് വേണമെങ്കിൽ വനിതകൾക്ക് സൗജന്യ എല്ലാം ഇടിച്ചേറ്റിട്ട് അവസാനം ജോലിക്ക് പോകുന്ന ആൾ വെളിയിക്കേണ്ട അവസ്ഥ വരും. അതെ, അങ്ങനെ കൊണ്ടുവരും എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഇവര് സമര രീതി മാറ്റി, ഇവര് ഗറില്ല യുദ്ധമുറ ഇപ്പൊ ഈ കാണുന്നുണ്ടല്ലോ. ഇന്നിപ്പോ എറണാകുളത്തല്ലേ ഈ സംഭവം നടക്കുന്നത്. ആകെപ്പാടെ ഒരു വ്യത്യാസം ഉള്ളത്, ഈ പണ്ടെന്നൊക്കെ പറഞ്ഞ തോൽവി വന്നാൽ ഇവർക്ക് വീര്യം കൂട്ടത്തുള്ളൂ. ഇപ്പൊ വല്ലാത്ത തോൽവിയായിപ്പോയി. തോൽപ്പിച്ചതാരാ? കമ്മ്യൂണിസ്റ്റുകാരാണ്. കഴിഞ്ഞ ദിവസം പിണറായി സത്യപ്രതിജ്ഞ കുറച്ചൊരു കൂവി. അപ്പൊ ആരും എന്റെ സുഹൃത്ത് പറയാം, ഇത് കൂവി നിൽക്കാൻ കണ്ണൂരും സഹകരണം കൂവിയിട്ടുള്ള കോൺഗ്രസ്സുകാരൻ കൂവാനൊന്നും പോകുന്നില്ല. ഇല്ല, പിണറായി വിജയൻ ഇപ്പോഴും ശ്രമിക്കുന്നത് ഇതിന്റെ ഒന്നും ആള് നമ്മളല്ലെന്ന് അറിയിക്കാൻ. പറഞ്ഞല്ലോ, ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ 10 വർഷം തുടർച്ചയായി ഭരിച്ചു, അപ്പൊ ഒന്ന് മാറ്റം വരണം ജനം ആഗ്രഹിച്ചു. അതായത് എന്റെ കുഴപ്പം കണ്ടല്ല, 10 വർഷം തുടർച്ചയായി ഭരിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ട് തന്നെ LDF അല്ലാതെ മറ്റാരും. ഇന്നലെ ആലപ്പുഴ ഏറ്റവും കൂടുതൽ വിമർശനം വന്ന അതാണ്. ഈ ഒറ്റ മുദ്രാവാക്യം കാരണം ഈ ഭരണം പോയത്. അതിന്റെ കൂടി ഇയാളെ LDF അല്ലാതെ മറ്റാരെന്ന് പറയുന്നു. അഹങ്കാര വർത്തമാനമാണ്. എനിക്ക് ഈ CPM കോർണറിൽ നിന്ന് വരുന്ന ഈ വിവാദങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസ്താവനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം. ഒന്ന്, ഗോവിന്ദ മാസ്റ്റർ എവിടെയെങ്കിലും പോയി ഒരു പത്രസമ്മേളനം നടത്തി അപ്പം 100 വോട്ട്. ഇന്ന് ഗോവിന്ദ മാസ്റ്റർ തന്നെ പറയാണ്, എന്റെ മോഹൻദായ കണ്ണാടി നോക്കാറുണ്ടോ എന്ന് മകൻ ചോദിച്ചു. എന്നിട്ട് പുള്ളി വെറുതെ വേറൊരു ഇടയിലും എന്നോട് കുറച്ചുപേര് പറഞ്ഞു പത്രസമ്മേളനത്തിൽ ചിരിക്കണമെന്ന്. കുറച്ചുപേര് പറഞ്ഞ് ചിരിക്കരുത്, ഞാൻ ഇത് രണ്ടും കുഴപ്പമാണ്. അത് കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി റിവ്യൂല് അനിൽകുമാറിന് മേലാൽ ചാനൽ ഇറക്കി പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു അവിടെ ആളുകൾ. ഏറ്റവും അധികം വെറുപ്പിക്കുന്ന കക്ഷി അനിൽകുമാർ. അത് നേരത്തെ റെജി ലൂക്കോസ് ഉണ്ടായിരുന്നു. പക്ഷെ റെജി ലൂക്കോസ് കോമഡി പീസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റെജി ലൂക്കോസ് കോമഡി പീസ് ആയത് കാരണം നമുക്കൊന്നും തോന്നത്തില്ല. കാരണം കേൾക്കുന്നവരെ ഇവൻ എന്ത് ആവേശപൂർവ്വം പറഞ്ഞാലും നമുക്ക് ചിരിയെ വരും. അനിൽകുമാർ അങ്ങനല്ല, അനിൽകുമാർ ഇറിറ്റേറ്റ് ചെയ്യും. അത് ഒരു പച്ച പരമാർത്ഥം പുള്ളി നേരെ അങ്ങ് തിരിക്കും. അല്ല അതുപോലെ തന്നെ ഇനിയിപ്പോ ഇവര് പണ്ടത്തെ പോലെ ഇറങ്ങി നിന്നിട്ട് സമരം ചെയ്യണമെന്ന് പറഞ്ഞ അണികൾ അങ്ങനെ കിട്ടില്ല. അവർക്ക് ആരും മനസ്സിലായി. അവര് കൃത്യമായിട്ട് പറയാൻ തുടങ്ങിയല്ലോ, പിണറായി വിജയനാണ് തോൽവിക്ക് കാരണം എന്നുള്ളത്. CPM-ന്റെ അനുഭാവികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം ബസ്സിന് കല്ലെറിയാനും തീ വയ്ക്കാനും ഒക്കെ അണികളെ വിളിക്കുമ്പോഴേ തന്റെ മക്കളെ വിളിച്ചോണ്ട് അമേരിക്കയിലും മറ്റേ ഗൾഫിലും അവർക്ക് വരാൻ പറയും. SFI-കാരൻ ഒരു കൊച്ചി ചെറുക്കന്റെ ഡയലോഗ് അടി കേട്ടിട്ട് അത് ഇവൻ ഇച്ചിരി അമൃതം പൊടി കലക്കി കൊടുക്കാൻ ഭയങ്കര ട്രോളാണ്. ഇതിന്റെ അകത്ത് ഈ CPM അടിസ്ഥാനപരമായി ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ പാർട്ടിയാണ്. ആ പാർട്ടി റിവൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും മനസ്സ് പഠിപ്പിക്കുന്ന തരത്തിലാണ്
വിജയൻ ആ പ്രതിപക്ഷ സ്ഥാനാർത്ഥി നേതാവായിരുന്നു. അതാണ് ഇത് ഇത്രയും വലിയ അടി കിട്ടിയിട്ട് ഇയാൾ അത് വിട്ടുപോകും. രണ്ടാം നിര അവിടെ ഇല്ല, അതാണ് കാര്യം. നമ്മളൊന്ന് ആലോചിക്കും, കോൺഗ്രസ് രണ്ടാം നിര ഉണ്ട്, മൂന്നാം നിരയുണ്ട്. ഇവിടെ രണ്ടാം നിര എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന അവർ സുരേഷ് കുറുപ്പിന്റെ തലമുറ അടുത്ത തലമുറ മുഴുവൻ കോമാളികളായി സമൂഹത്തിന് മാറി. ബഹുഗുണങ്ങളാണ് അവരെല്ലാം. ഒരു ഉദാഹരണം പറയാം. ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എല്ലാ തലമുറയും പ്രോത്സാഹിപ്പിക്കും. മറ്റേ പയ്യൻ മന്ത്രിയായിരുന്നു, ജനീഷ് മന്ത്രിയായി. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, കോൺഗ്രസ് പാർട്ടിയിലെ ഈഴവ ലീഡർമാർ കുറവാണ്. ഇപ്പൊ കുറവാണ്. അതെന്തുകൊണ്ടാണ്? അതായത് ഈഴവ ലീഡർ നിങ്ങളുടെ പത്തനംതിട്ടക്കാരൻ അടൂർ പ്രകാശിലേക്ക് എത്തുമ്പോൾ പിന്നെ അടൂർ പ്രകാശ് ഒരാളെ വളർത്തിക്കൊണ്ടാണ്. അതാണ് അതിന്റെ പ്രശ്നങ്ങളിൽ ഒന്നാണ്. അത് ശരിയാണ്. അത് കറക്റ്റ് അന്വേഷിച്ചപ്പോ ഞാൻ അന്വേഷിച്ചെന്താ സാർ, ഈ അടൂർ പ്രകാശ് എനിക്ക് ശേഷം എന്റെ കാലാവധിക്ക് ശേഷം ആരെയും വളർത്തിക്കൊണ്ടേ സമ്മതിച്ചില്ല. അല്ല, ജയിക്കാമായിരുന്നല്ലോ. അക്കാര്യത്തിൽ നമ്മൾ സമ്മതിക്കേണ്ട വയലാർ രവിയാണ്. അത് BM സുധീരൻ, അതും അല്ലെങ്കിൽ തോപ്പിൽ രവി, അതുപോലെ പാലക്കാട് അച്യുതൻ, എത്രയോ പേര് അദ്ദേഹം സ്വന്തം സമയത്ത് ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം സമ്മതിക്കത്തില്ല. എനിക്കും കുരിശാവരുത്. അല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം ഞാനല്ല ഒരാൾ MLA ആയിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം. ഇത്തവണ അടൂർ പ്രകാശ് കോന്നിക്ക് വേണ്ടി പിടിച്ചതല്ലേ? കുറച്ചുകൂടെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു, ഈഴവ കാൻഡിഡേറ്റ് ആയിരുന്നു, ഉറപ്പായിട്ട് ജയിച്ചു പോയി. അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? കോന്നി മണ്ഡലത്തിൽ ഈഴവ സമുദായത്തിൽ നല്ല ഒന്നാന്തരം ആൾക്കാർ DCC പിഷാരടിയെ കൊണ്ട് നിർത്തിയ പോലെ ഏതെങ്കിലും ഈഴവ താല്പര്യമുള്ള നല്ലൊരാളെ നല്ല നേതാക്കന്മാരുണ്ട്. DCC ജനറൽ സെക്രട്ടറി ഒരു പ്രസന്നകുമാറുണ്ട്. അന്നേ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ജയിക്കും, കാരണം അയാൾ വളരെ ജനകീയനാണ്. അയാൾ വരാൻ സമ്മതിക്കുക. അതാണ് ഇതിന്റെ കുഴപ്പം. അപ്പൊ അങ്ങനെ മന്ത്രിസഭ മുമ്പോട്ട് പോകുന്നു, പ്രശ്നങ്ങളായിട്ട് മുമ്പോട്ട് പോകും. നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കേണ്ടത് ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്കിടയിൽ സംഭവിച്ച ഒരു കാര്യം ഇന്ന് വലിയ വിവാദമായി. നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്തു. ഒരു കാര്യം ആദ്യമേ എന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഭാഷയിലൊന്നും അവരെ കുറിച്ച് പറയരുത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വളരെ ആദരവും അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ചു. ഇതിനകത്ത് എനിക്കൊരു സംശയമുള്ളൂ, ഈ റിനി ആൻഡ് ജോർജ് കോൺഗ്രസ്സുകാരി അല്ല. അവര് പറഞ്ഞിട്ടില്ല, ആണെന്ന് പോലും പറഞ്ഞില്ല. കലാശക്കൊട്ടിന് ഇടതുപക്ഷത്തിന്റെ കൂടെ അവർ നിൽക്കുന്ന കലാശക്കെട്ട് എന്ന് പറയുന്നത് എവിടുത്തെ കലാശക്കെട്ട്? VD സതീശനെതിരെയുള്ള കലാശക്കെട്ട്. ടൈസൺ മാസ്റ്റർ ജയ് വിളിക്കുന്ന വീഡിയോ ആണ് ഞാനിന്ന് പുറത്തു വിട്ടിരുന്നത്. എനിക്ക് കോൺഗ്രസ് ഒരു നേതാവ് തന്നെ അയച്ചു തന്നത്. അപ്പൊ മാത്രമല്ല, ഇപ്പൊ അവിടുത്തെ കണ്ണൂർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അയാളുടെ ഒരു പ്രസ്താവന ഇറക്കി അവതാരങ്ങളെ കുറിച്ച് പലരും പറയുന്നു. അങ്ങനെ കണ്ടാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി. ആരെങ്കിലോട്ടെ ഇവരെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അപ്പം ഒന്നിവര് കമ്മ്യൂണിസ്റ്റുകാരിയല്ല, കോൺഗ്രസ്സുകാരിയല്ല. ഇവർക്ക് വ്യക്തിപരമായ ബന്ധം VD സതീശനുമായി ഉണ്ടെങ്കിൽ നല്ലത്. നമുക്കും ഒരാൾ ആരോട് ബന്ധം ഉണ്ടാവണം നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിന് അവർക്ക് വ്യക്തിപരം ബന്ധമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിൽ അവർ പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല, അവർ ചിത്രങ്ങൾ ഇടുന്നുണ്ട്. അവരുടെ കേക്ക് മുറിക്കുന്നു, അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു. എന്റെ ശ്രീപത്മനാഭനാണെന്ന് പറയുന്നു. എന്റെ ശ്രീപത്മനാഭന്റെ നാട്ടിൽ എന്റെ ശ്രീപത്മനാഭൻ വാഴും. എന്തൊരു സ്വാതന്ത്ര്യം അതൊക്കെ. അതുപോലെ തന്നെ എത്രയോ ചിത്രങ്ങൾ. അപ്പൊ അതിലൊന്നും തെറ്റില്ല. പക്ഷേ അത്ഭുതപ്പെടുത്തിയതും ആശങ്കപ്പെടുത്തുന്നതും എങ്ങനെയാണ് യാതൊരു പദവിയും ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത ഈ റിനി ആൻഡ് ജോർജ് MLA-മാർക്ക് പോലും കയറാൻ കഴിയാത്ത ഈ സ്റ്റേജിൽ കയറിയതാണ്. പുതിയ മന്ത്രിമാരിൽ ഞാൻ മന്ത്രിയാണെന്ന് വിളിച്ച് എനിക്കറിയാം. എന്നോട് അവിടുന്ന് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ വന്ന പലരും എന്നോട് വിളിച്ചു പറഞ്ഞു, ഭയങ്കരമായ ആൾത്തിരക്കാണ്. ഇവര് സീറ്റ് വിഭജിച്ചെങ്കിലും ഇത് തമ്മിൽ വേർതിരിക്കാൻ സംവിധാനം ഇട്ട് കൊടുത്തില്ല. ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, ഈ മുമ്പിൽ VVIP-കളുണ്ട്, പിന്നെ പാസ്സുള്ള, പിന്നെ അല്ലാത്തവരുമാണ്. പക്ഷെ ആർക്ക് വേണമെങ്കിലും എവിടെ പോകാൻ തരത്തിലായിരുന്നു. പക്ഷെ മുകളിലേക്ക് പറ്റില്ല. കാരണം എന്താ, സ്റ്റേജിലിരിക്കുന്നത് VVIP സുരക്ഷ, മറ്റേ റിസർവ് കാറ്റഗറി സുരക്ഷ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഖാർഗെ, ദേശീയ അധ്യക്ഷനല്ലേ, ഇന്ത്യയുടെ ദേശീയ പാർട്ടി അധ്യക്ഷൻ. സുരക്ഷ കാണില്ല. പിന്നെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി, ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, നിയുക്ത മുഖ്യമന്ത്രിയുണ്ട്. പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ട്. അവർക്കെല്ലാം ഇവിടെ വരുമ്പോ ആ സുരക്ഷ ഈ സുരക്ഷ മാത്രമല്ല, അവരുടെ സുരക്ഷാ സംഘം വരും. രേവന്ത് റെഡ്ഡി, സിദ്ധരാമയ്യ, DK ശിവകുമാർ എല്ലാം വരും. മറ്റേ ഹിമാചലിലെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. 4 മുഖ്യമന്ത്രിമാര്. അപ്പം ഈ പിണറായി വിജയൻ ലണ്ടനിൽ പോയപ്പോ അവിടെ സെക്യൂരിറ്റി വെച്ചതാണ്. അവിടെ സെക്യൂരിറ്റി വെച്ചത് അവിടെ പേടിയാണ്. കൂടെ സെക്യൂരിറ്റി ഉണ്ട്. നാട്ടുകാർ അവിടെ ഒരുപാട് മലയാളമല്ല, UK മലയാളം, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോ
ഇത്രയധികം സുരക്ഷയുള്ളിടത്തേക്ക് ഒരാളെ കയറ്റി വിടത്തില്ല. അപ്പൊ ആ അമ്മ എങ്ങനെ കയറിപ്പോയി? അമ്മയെ പത്രത്തിൽ രാവിലെ അമ്മയ്ക്ക് സതീശനെ കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹം അവർ ചാനലിനോട് പറയുന്നു. അമ്മാളും. അപ്പൊ ചാനലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ഓഫീസ് കോണ്ടാക്ട് ചെയ്തു, ഇവർക്ക് ക്ലിയറൻസ് കൊടുത്ത് ഇവർ നാടകീയമാക്കി. അപ്പൊ വേണം അവിടെ കയറി വരാൻ ആക്കി. അത് ഭംഗി അവർ ചെയ്തു. പക്ഷെ എങ്ങനെയാണ് റിനി അവിടെ സ്റ്റേജിൽ കയറുന്നതും അവിടെ കയറിയിട്ട് ഈ പറയുന്ന രേവന്ത് റെഡ്ഡിയുടെ അടുത്ത് ഫോട്ടോ എടുക്കുന്നു? രേവന്ത് റെഡ്ഡിയുടെ അടുത്ത് എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും? അത്ര സുരക്ഷ അന്വേഷിക്കുന്നതാണ് ഈ സംഭവം. മുഖ്യമന്ത്രി അല്ല ആഭ്യന്തരമന്ത്രി അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു അനൂപ് ജേക്കബിന്റെ ഭാര്യയ്ക്ക് കയറാൻ പറ്റില്ല, അവരോട് കരഞ്ഞോണ്ട് നിൽക്കുന്ന ആളെ വിളിച്ചു പറഞ്ഞു. ഷിബു ബേബി എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മക്കളെ അവിടെ കയറാൻ പറ്റാത്ത തിരിച്ചു കൊടുത്തു. മുഖ്യമന്ത്രി ഒരു കാസിൻ എറണാകുളത്തുള്ള എന്റെ സുഹൃത്ത് വന്നിട്ട് പുള്ളിക്കൊന്നും കയറാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. ഇത്രയൊക്കെ ആയിട്ടും ഈ റിനി ആന്റണി വളരെ ശക്തമായി വെല്ലുവിളിക്കുകയാണ്. ഞാൻ അവതാരമാണെന്ന് അവതാരമാണെന്നാണ്. അപ്പം ഇതിന്റെ അകത്തുള്ളൊരു കുഴപ്പം, ആത്മവിശ്വാസം നമ്മൾ ആദരവോടുകൂടി തന്നെ, വളരെ ആദരവോടുകൂടി റിനി എന്ന സ്ത്രീയെ, റിനി എന്ന നടി ഞാൻ കണ്ടിട്ടില്ല അവരുടെ സിനിമ, റിനി എന്ന സ്ത്രീയെ അത് നമുക്ക് പറയാൻ പറ്റും. അല്ല മാധ്യമപ്രവർത്തക സിനിമ നടിയാണോ എനിക്കറിയില്ല, ഞാനും സിനിമയിലൊന്നും കണ്ടു. നടിയെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്, അറിയില്ല. ഇപ്പൊ ഒരുപാട് മാധ്യമപ്രവർത്തനം എവിടെ നടത്തി? എവിടെയോ ഏഷ്യാറ്റിലോ കണ്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരല്ല, അവതാരകയായിരുന്നു. പ്രോഗ്രാം എന്നൊക്കെ പറയുന്നു. എന്തായാലും ആ സർവകലാവല്ലഭയായ ആ യുവതിയോട് നമുക്കൊരു പരാതിയില്ല. പക്ഷേ നിയമവും ചട്ടവും ലംഘിച്ചുകൊണ്ട് അവർക്ക് ഇത്രയും സ്വാധീനം ഉണ്ടാകുന്നു. ഒരു കാര്യം ആലോചിക്കണം, രണ്ട് കാര്യം. ഒന്നവരെ ടൈസൺ മാസ്റ്റർ ഇതിന് പോയി എന്നുള്ളത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഷൈൻ ടീച്ചറിന്റെ അനുഭവം പ്രകടിപ്പിച്ചു. അന്ന് ഈ കോൺഗ്രസ് ഷൈൻ ടീച്ചറിന്റെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടൊരു സമ്മേളനം നടക്കുകയാണ് പരവൂരിൽ. വി.ഡി. സതീശൻ വെല്ലുവിളി. അതിലെ മുഖ്യ പ്രഭാഷകരാണ് ഈ യുവതി. അത് മാത്രമല്ല നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കിയ വെളിപ്പെടുത്തലുകൾ നടത്തി. തുടക്കം ആ തിരക്കഥയിലെ ആദ്യ കഥാപാത്രം ആണ് ഇതിനെ ഈ യുവതി വഴിയാണ് ഇവര് എക്സിക്യൂട്ട് ചെയ്തത്. തയ്യാറാക്കിയ തിരക്കഥ എക്സിക്യൂട്ട് ചെയ്ത് റിനിയിലൂടെയാണ്. നമ്മൾ നേരത്തെ രാവിലെ 2 ചർച്ചയിൽ ഈ കഥ പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെ അവര് അവിടെ എത്തി എന്നുള്ളത് അന്വേഷിച്ചില്ലെങ്കിൽ എത്ര അടുപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശന് ആ സ്ത്രീയോടുണ്ടെങ്കിലും, എത്ര പരിശുദ്ധമായ ബന്ധമാണ് മുഖ്യമന്ത്രിയും ആ സ്ത്രീയും തമ്മിൽ. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് സ്വന്തം മകൾ ഉണ്ണിമായെ പോലെ ഉണ്ണിമായേക്കാൾ അതേ മകളോടുള്ള ഒരു പിതൃവാത്സല്യമാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതാൻ ആഗ്രഹിക്കുന്നത്. എത്രയാണെങ്കിലും ഈ സുരക്ഷാ സന്നാഹങ്ങളൊക്കെ മറികടക്കാനുള്ള ഒരു സംവിധാനം കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയധികം ഡാമേജ് ഉണ്ടാക്കിയ ഒരു യുവതിക്കുണ്ടെങ്കിൽ അത് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. വരാൻ പോകുന്ന കാലത്ത് എന്തായിരുന്നു ഉമ്മൻചാണ്ടി അവസാന കാലത്ത് അനുഭവിച്ചത്? പേരുകൾ ആരും പറയണ്ട. ഉമ്മൻചാണ്ടി അവസാന കാലത്ത് അനുഭവിച്ച, നിഷ്കളങ്കനായ സത്യസന്ധനായ ഉമ്മൻചാണ്ടി അവസാന കാലത്ത് അനുഭവിച്ച ആ പ്രതിസന്ധി തീർച്ചയായും കാത്തിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഇതിനകത്ത് ഇനി കോൺഗ്രസ് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയ ആളെന്നുള്ളത് അങ്ങ് മാറി നിൽക്കട്ടെ, ആ ഒരു വിഷയം അങ്ങ് വിട്ടേരും. അപ്പോഴും ഇവരെങ്ങനെ ഇതിനകത്ത് വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ഇപ്പൊ ഒരു പരാതി എഴുതി കൊടുക്കുക, ഈ യുവതി എങ്ങനെ ഈ വേദിയിൽ വന്നു എന്ന് പറഞ്ഞ ഒരു പരാതി എഴുതി കൊടുത്താൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുമെങ്കിൽ നടത്തേണ്ടതാണ്. സുരക്ഷാ വീഴ്ച എംഎൽഎമാർക്ക് കയറാൻ പറ്റില്ല. ഇല്ല. അപ്പൊ മന്ത്രിമാര് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാണ് അങ്ങോട്ട് ഈ ഫേസ്ബുക്ക് എഴുതി പോകാതെ ഈ നേതാക്കന്മാർ എന്ത് ചെയ്യണം, നല്ലൊരു പരാതി എഴുതി DGPക്ക് കൊടുക്കുക. ഇവരെങ്ങനെ വന്നു, എങ്ങനെ ഈ സുരക്ഷാ വീഴ്ചയല്ലേ? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇത്രയും സുരക്ഷ ഏത് രീതിയിൽ ഇവർ കയറി വന്നു, ആരുടെ പാസും കൊണ്ട് വന്നു, എന്താണ് ഇവർക്ക് ഇവിടെ ഇത്ര അധികാരം? ആ സംഭവം ശരിക്കും ഒരു പരാതി കൊടുക്കണം, ഇത് അന്വേഷിക്കട്ടെ. അല്ല, എന്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പലപ്പോഴും ഇത്തരം അവതാരങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ പാവം പോയി ആന്റോയുടെ കഥ പണ്ട് 82 കരുണാകരൻ മുഖ്യമന്ത്രിയുടെ സമയത്ത്. പിന്നെ അതേ ഹെലികോപ്റ്ററിൽ കയറുമ്പോൾ ഒരാൾ കൂടെ വരെയാണ് കയറാൻ. ഒരു ജീൻ സെക്രട്ടറി ഒരാൾ കയറുന്നു, ഹെലികോപ്റ്റർ കയറി പോകുന്നു. അവസാനം ഇത് ആരാണെന്ന് ആർക്കും അറിയില്ല, ഇയാൾ ആരാണെന്നുള്ളത്. അവസാനം പത്രക്കാരെ ചോദിച്ചു, അന്ന് ചാനലില്ലല്ലോ. അതൊരു പാവം മാളക്കാരൻ്റെ പാവം പയ്യൻ ആന്റോ എന്നാണ് അയാളെ പേരെന്ന് പറഞ്ഞു. ഈ ആന്റോ ആരാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയാണ് പാവം പയ്യൻ എന്നുള്ള വാക്ക് മാറി പാവം പയ്യൻ. ഇയാൾ ആരാണ്, എന്താണ് ഇയാളെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇത് വലിയ തോതിൽ പിന്നെ പിച്ച വിഷയത്തിന്റെ കാര്യം നമുക്കറിയാം. പിന്നെ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, തുറമുഖ വകുപ്പിന് വേണ്ടി സതീശൻ മസിൽ പിടിക്കുന്നു, വാശി പിടിക്കുന്നു. അപ്പൊ ഇതും കഴിഞ്ഞ ദിവസം ഈ കാട്ടാട് വിമാനത്തിൽ കയറി
കർണാടകത്തിൽ പോയി എന്നുള്ള നമുക്ക് അത്തരം ആ വിമർശനം കമ്മിച്ചൂടായിട്ട് പറയാം. നമ്മൾ ഇപ്പോഴേ തുടങ്ങി ഒന്നും ആവുന്നതിന് മുമ്പ് അതെ. അപ്പൊ ഇന്ന് ഈ മന്ത്രിസഭാ വികസന ഇത് വകുപ്പ് വിഭജനം കണ്ട തുറമുഖം കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ദേശാഭിമാനി ഇന്നലെ എഴുതിയിരിക്കുന്നത് നമുക്കിനി അതിലേക്ക് കാത്തിരിക്കാം. നമ്മുടെ ആ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വിട്ടുപോകരുത്. അത് മോദിയുടെ നോർവേയിലെ യാത്രയാണ്. അത് കഴിഞ്ഞ മോദി ഇപ്പം ഇന്നലെ മോദി പോയി എത്തിയത് ഇറ്റലിയിലായിരുന്നു. അതെ, അവിടെ ഒരു സെൽഫി ഒക്കെ വലിയ അവിടുത്തെ മെല്ലുമണിയായിട്ടോ കൊടുത്തു. രാഹുൽ ഗാന്ധിയും സംഘവും ഒക്കെ അതിനെതിരെ രംഗത്ത് വന്നു. അത് വിമർശനം രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നാട്ടുകാരോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്ഥലം കാണാൻ പോയതല്ല. നമ്മളെ മുഖ്യമന്ത്രിയും പോലെ പേരക്കുട്ടിയെ വിളിച്ചിട്ട് സ്ഥലം കാണാൻ പോയതൊന്നുമല്ല. ഇത്രയും വലിയൊരു ലോകത്ത് വലിയൊരു ക്രൈസിസ് കടന്നു വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാര്യം സേഫ് ആക്കാൻ വേണ്ടി പോയതാണ്. ചെയ്യുകയും ചെയ്തു. പോയിട്ട് എന്താണ് ചില നേരത്തെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. രാഹുൽ ഗാന്ധി എക്കാലത്തും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും ഒരു ലെഫ്റ്റ് വോക്കിസ്റ്റ് നിലപാടാണ്. ലെഫ്റ്റ് വോക്കിസ്റ്റ് നിലപാടിന്റെ കുഴപ്പം ഇന്ത്യ അത് വേഗത്തില്ല. രാഹുലിന് അത് മനസ്സിലായിട്ടില്ല. അത് കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരും മോദിയുടെ ഗ്രാഫ് ഉയരുന്നു. അദ്ദേഹം ഉന്നയിക്കുന്ന എന്തൊക്കെ ആരോപണങ്ങൾ മോദിക്കെതിരെ ഉന്നയിക്കുന്നു. ചൗക്കിദാർ ചോർഹ എന്ന് പറഞ്ഞ ഇലക്ഷനാണ് അത് ഏറ്റവും വലിയ ഈ സതീശന് ഏറ്റവും കൂടുതൽ ഗുണകരമായ നുണേശൻ എന്നുള്ള വിളിയാണ് എന്ന് പറഞ്ഞതുപോലെ. നോർവേയിൽ പോയി അദ്ദേഹം സംഭവിച്ച കാര്യം വളരെ നോർവേയിൽ പ്രധാനമന്ത്രി സന്ദർശനത്തിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അവരുടെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. അതിന്റെ വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ വെസ്റ്റിന് ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി മലയാളി പാലക്കാരൻ CB ജോർജ്. അദ്ദേഹം പണ്ട് ഖത്തറിലോ സൗദിയിലോ കുവൈറ്റിലെ അംബാസഡർ ആയിരുന്നു. ഒരാൾ ഇവിടെ പറഞ്ഞത് മിടുക്കനായിരുന്നു. മലയാളി ഒരുപാട് സഹായകരമായ ആളായിരുന്നു. ജപ്പാനിലെ അംബാസഡർ ആയിരുന്നു. അദ്ദേഹത്തിന് ശബ്ദത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ശബ്ദം ആയിരിക്കാം ചിലപ്പോൾ. ഒറിജിനൽ ശബ്ദമാണോ എന്തെങ്കിലും ജലദോഷം അങ്ങനെ ആകാം ചിലപ്പോൾ. പക്ഷെ മനോഹരായിട്ട് അദ്ദേഹം പറഞ്ഞു. ഈ അവിടെ നിന്ന് മാധ്യമപ്രവർത്തക ഹെലേലിംഗ് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളെ വാർക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നിരന്തരം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അവർക്ക് ഉത്തരം പറയണ്ടേ? ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടോ? നിങ്ങൾ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്തിന് ഞാൻ ആ ചോദ്യം ശ്രദ്ധിച്ചു. വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. എന്തിന് ഞങ്ങൾ ഇന്ത്യയെ വിശ്വസിക്കണം? അതിന് കാരണം നിങ്ങൾക്ക് മനുഷ്യാവകാശ ലംഘനം മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഇന്ത്യയെ ഞങ്ങൾ ഇതിന് വിശ്വസിക്കണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പിന്നെയും കൈപിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അതൊരു ചോദ്യമാണ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ചാടിയങ്ങ് ഇറങ്ങി. അല്ലേ? അത് അതേ പറഞ്ഞു. നിങ്ങൾ ഈ ഏതെങ്കിലും വഴിയെ പോയ കക്ഷികൾ NGO-കൾ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് വായിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല നിങ്ങൾ ആരാണ് പറഞ്ഞത്? ഇന്ത്യയിൽ 200-ലധികം ടെലിവിഷൻ ചാനലുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടി പത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ചെറിയ രാജ്യം, സ്കാനിയ രാജ്യങ്ങൾ വളരെ കുറച്ച് ജനങ്ങൾ. അവർക്ക് പത്രസ്വാതന്ത്ര്യത്തിൽ 1-ാം സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു. അതിന് എത്ര പത്രം ഉണ്ടെന്നുള്ള അതാണ് അതിന്റെ മറുപടി. അതാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഇനി ഞാൻ പറയാമല്ലോ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ബ്രിട്ടനിൽ ഒരു കൈവിരലെണ്ണാവുന്ന ചാനലുള്ളൂ. അത്രയും വലിയ രാജ്യത്തെ ആ പാട് BBC-യും ITV-യും എന്താണ് ഫോക്സ് അമേരിക്കനാണ്. 5-6 ചാനൽ മാത്രമേ ബ്രിട്ടനിലെ പോലും രാജ്യത്ത്. അപ്പൊ പിന്നെ നോർവേയുടെ കാര്യം പറയണോ? നോർവേ എനിക്കത് കൂടി വന്നൊരു 3-4 ലക്ഷം 1-2 ചാനലാണ് ഒരു കട അതേ കാണത്തുള്ളൂ. അവിടെ എല്ലാവരും അവിടെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അത് നോർവേ ആയിക്കോട്ടെ, സ്വീഡൻ ആയിക്കോട്ടെ, ഫിൻലൻഡ് ആയിക്കോട്ടെ, ആ രാജ്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഈ ഡെൻമാർക്ക് ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ്. വളരെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ, കുറച്ച് ഭൂപ്രദേശമേ ഉള്ളൂ. ടൂറിസം മാത്രമല്ല, വളരെ ഉയർന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഞാനൊരു വീഡിയോ ദൃശ്യം കണ്ടു ഒരിക്കൽ. ഈ അവരുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഏത് രാജ്യം ഡെൻമാർക്കാന്ന് എനിക്ക് തോന്നുന്നു, പ്രധാനമന്ത്രി ഡോർ തുറന്നു പോകുമ്പോൾ ചായ ഒരിടത്ത് പോയി കാപ്പി എടുത്തിട്ട് ഡോർ തുറന്നു പോവുക. ഡോർ തുറന്നുമ്പോൾ ചായ തുളുമ്പി പോയ ഉടനെ അവിടെ തൂക്കുന്ന സ്ത്രീ വന്നിട്ട് തൂക്കാൻ പറഞ്ഞു. അയാൾ അത് തൂക്കുവാണ്, അവിടെ ഇരുന്നിട്ട് ആ സാധനം തൂക്കുവാണ്. ഇങ്ങേരോട് പറഞ്ഞു അയാൾ അവിടെ തൂക്കുവാണ്. അപ്പൊ ഇവരുടെ വ്യത്യാസം അത്രേ ഉള്ളൂ. കാരണം കുറച്ച് ജനങ്ങളേ ഉള്ളൂ. അല്ല, സ്വീഡനിൽ നമ്മുടെ ചേട്ടൻ പറയുന്നത് പണ്ട് ഈ ഒലോഫ് പാമ ഉണ്ടല്ലോ, പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം വെടിയേറ്റ് മരിച്ച അദ്ദേഹം സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന കൊച്ചു രാജ്യം,
അവരുടെ ഇടയിൽ ഒരാൾ പ്രധാനമന്ത്രി ഏകദേശം എല്ലാവർക്കും ഒക്കെ പരിചയം. നമ്മളെ കേരളത്തിന് വലിപ്പമില്ലെന്ന് എല്ലാവരെയും അറിയാം കേരളത്തിൽ എത്ര 3.5 കോടി ജനങ്ങളുണ്ട്. ഇവിടെ 5 ലക്ഷം പേര് കാണും, ഏറിയ 1 മില്യൺ 10 ലക്ഷം പേര്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ 45 ലക്ഷം പേരുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴാണ് അപ്പൊ ഇനി 10 ലക്ഷം ഉണ്ടെന്ന് കരുതുക. അവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ആ മാധ്യമ സ്വാതന്ത്ര്യം വെച്ചിട്ട് ഇന്ത്യയെ പോലെ 150 കോടി ജനങ്ങളുള്ള 100,000 ഞാൻ ചോദിക്കട്ടെ, മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഷാജനസ്കറിയ എന്ന് പറഞ്ഞ ആളോ പ്രധാനമന്ത്രി സ്ഥാപനം അതെ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അതപ്പോ നമ്മളെ സംസ്ഥാനത്തു നിന്ന് ഒരു വെല്ലുവിളി ഉണ്ടായാലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇന്ത്യ ഒരു ബൃഹത്തായ രാജ്യമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ കോടതിയും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പോലീസ് എന്നെ പിടിച്ചുകൊണ്ടുപോയി ഒരു കോടതി കൊണ്ട് ഹാജരാക്കുമ്പോൾ ഇവനെ ജയിലിൽ അടയ്ക്കണം, ഇവൻ ക്രിമിനൽ എന്ന് പറയുമ്പോൾ നീ വീട്ടിൽ പൊക്കോളാന്ന് പറയുന്ന കോടതിയുണ്ട്. ഇത് ഇവർക്ക് അറിയത്തില്ല. അവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത്, അല്ലാതെ നരേന്ദ്രമോദി അല്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം അളക്കുന്നത് ഏത് തോതില? മാധ്യമ സ്വാതന്ത്ര്യം അളക്കുന്ന സംസ്ഥാന സർക്കാരാണ് മാധ്യമങ്ങളെ ശബ്ദം ഉയർത്തുന്നത്. അതെ, മറുനാടനെതിരെയോ കേരളത്തിൽ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിനെതിരെയോ കേസെടുത്ത കേരള പോലീസാണ്. അതെ, മോദിയുടെ എടുക്കുന്നില്ല. ഏതെങ്കിലും കേരളത്തിലുള്ള ഈ പറയുന്ന ബഹളം വെക്കുന്ന പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഓക്കെ NDTV ഉള്ളവർക്കെതിരെ ഉണ്ടായ അദാനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഒത്താശ കൊടുത്ത് പരാതി, പക്ഷെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിനെതിരെ നമ്മുടെ പരിചയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കലും ഇല്ല. അതാ സംസ്ഥാന സർക്കാരിൽ മാത്രമേ. മോദിയോട് ചോദിച്ചിട്ടുണ്ട്, പിണറായിയോടല്ലേ. ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രീതിയിൽ എഴുതുന്ന ഓൺലൈനുകൾക്കെതിരെ അവരെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സമയത്താണ് പ്രധാനമന്ത്രി വരുമ്പോ ഇവർ പുറകെ കൂടുന്നത്. ഈ സ്ത്രീ ഈ എന്താണ് ഹെലൻ, ഈ മാധ്യമപ്രവർത്തകർ പുറകെ കൂടുന്നത്. അവർ വീണ്ടും ചോദ്യം ചോദിക്കാൻ തുടങ്ങി, അദ്ദേഹം മൈൻഡ് ചെയ്യാതെ പോയി. അല്ല, അതുപോലും അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്. അതായത് ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് വേറൊരു രാജ്യത്തിന് ഭരണാധികാരി എത്തുമ്പോൾ ഒരു സംയുക്ത പ്രസ്താവന നടത്തുന്നു. ജോയിന്റ് പ്രസ് കോൺഫറൻസ് അല്ല, മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു പ്രസ്താവന ഒരുമിച്ചത്. അത്രേ ഉള്ളൂ. അതിന് ചോദ്യമില്ല, ചോദ്യോത്തരവൊന്നുമില്ല. ഇനി അഥവാ ചോദ്യം ഉണ്ടെങ്കിൽ ഉത്തരം പറയുന്നത് ആ രാജ്യത്തിന്റെ ഭരണാധികാരി. അതെ, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി അവിടെ പോയി വിചാരണ ചെയ്യപ്പെടുന്ന ആളല്ല, ഗസ്റ്റാണ് അവരുടെ. ഇത് ഒരു കൃത്യമായ കൊട്ടേഷൻ ആയിരുന്നു, വളരെ വ്യക്തമായ കൊട്ടേഷൻ അല്ല, കൃത്യം ഈ വോക്കിസ്റ്റുകളുടെ കൃത്യമായ കൊട്ടേഷൻ ആയിരുന്നു. ആ കൊട്ടേഷന് വേണ്ടി ഇവരുടെ പേര് നോക്കി ചൈനീസ് വംശജാന്ന് തോന്നുന്നു, വെസ്റ്റിലെ പേരല്ല, യൂറോപ്യൻ. അപ്പം ഈ ഒരു കൊട്ടേഷന്റെ ഭാഗമായി അങ്ങനെയാണ് ഇവരുടെ 2024 ശേഷം 2 വർഷമായി ഇവർ ട്വീറ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ ട്വീറ്റ് ഇതിനു മുമ്പ് ഇവർ മറ്റേ നമ്മുടെ ഈ ചില ആളുകൾ നമ്മുടെ ഈ രശ്മി പശുപാലനെയൊക്കെ പോലെ അവരുടെ ഫോട്ടോ മാറ്റിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരൊരു വലിയ ജേർണലിസ്റ്റ് പോലുമല്ല, അവരൊരു സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റ് ആണ്. എന്നിട്ട് അവർക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന 800 ഫോളോവേഴ്സ് ആയിരുന്നു. ഈ ഒരു വിവാദത്തിന് ശേഷം 1 ലക്ഷം കടന്നു. അത് കൂട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ തന്നെ വെരിഫിക്കേഷനായി, എല്ലാം കഴിഞ്ഞു. അതിനുവെച്ചാൽ ഇതൊരു വളരെ ഗൂഢാലോചനയുടെ ഭാഗമായി മനഃപൂർവ്വം മോദിയെ ചോദ്യം ചെയ്തിട്ട് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ തുടർച്ചയാണ് ഇതെല്ലാം ലോകം മുഴുവൻ ഏറ്റെടുത്തതും അവരെല്ലാം കൂടി ആഘോഷിക്കുന്നു. തീർന്നില്ല. മാത്രമല്ല, നോർവേയിലെ വേറൊരു പത്രത്തിൽ മോദി ഒരു കാർട്ടൂൺ വന്നു, അതേ ഒരു പാമ്പാട്ടിയായിട്ടിരിക്കുന്ന ഒരു ചിത്രം. അത് വലിയ വിഷയമായിട്ടുണ്ട്. പിന്നല്ലാതെ അത് സ്ഥിരം യുവമാരുടെ ഒരു ആറ്റിറ്റ്യൂഡാ. ഇന്ത്യ ചൊവ്വയിലേക്ക് നമ്മളിത് അയച്ചപ്പോ അവിടെ ഒരു കാളവണ്ടിയിൽ പോകുന്ന ഒരു അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരിപ്പോഴും പറയുന്നത് ഇത് ബ്ലാക്ക് മാജിക്കിന്റെ നാടാണെന്ന്. ബ്ലാക്ക് മാജിക്കിന്റെ ഈ പാമ്പാട്ടുകളുടെ പണ്ട് അത് മോദി അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാമ്പാട്ടുകളുടെ നാടല്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇവരുടെ ഒരു വെള്ളക്കാരന്റെ ഒരു ഉയർന്ന വംശബോധത്തിന്റെ സൃഷ്ടിയാണ്. പിന്നെ ഇത് വളരെ അജണ്ടയായിരുന്നു ഇന്ത്യ ടാർഗറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് അത് മറ്റേ നമ്മുടെ സിബി ജോർജിന്റെ അറ്റാക്ക് ഉണ്ടല്ലോ, അത് അയാളെ കൊണ്ട് പറയത്തേക്ക് പരമാവധി ശ്രമിച്ചു. ഇത് വലിയ വൈറലായി. അതോടുകൂടി അവരുണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ്. അത് അങ്ങ് പൊളിയുകയും ചെയ്തു. ഇത് മോദിക്കെതിരെയുള്ളതല്ല, ഇത് മോദിക്കെതിരെ ഇന്ത്യക്കെതിരെയുള്ളതാണ്. സംശയം ഏറ്റുപിടിക്കാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി സ്ഥിരം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മോദി രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു സുരക്ഷിതനായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. മോദിയോടെ പോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോയത്, അല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപര കാര്യത്തിന് ആ ടൂർ പോയതല്ലല്ലോ. അതെന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല? ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം പോയി. സ്വീഡനിലൊക്കെ എന്ത് പരവേൽപ്പാണ് പ്രധാനമന്ത്രിക്ക് കിട്ടിയത്? ഇറ്റലിയിൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു വിഷയം കൂടെ കവർ ചെയ്യാനുണ്ട്. ഗോവിന്ദ മാഷിന്റെ കണ്ണാടിയിൽ നോക്ക്. CPM-ന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ജില്ലകളിലും ഗോവിന്ദനും പിണറായിക്കും
നല്ല പേശ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീണയ്ക്ക് കിട്ടുന്നുണ്ട്. വീണയ്ക്ക് കിട്ടി. വീണ അല്ല, ഇതിനിടയ്ക്കും ഇവര് കണ്ണുരുട്ടി നമ്മുടെ രാജു അബ്രഹാം CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഞങ്ങളുടെ അവിടെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴും അതെ. അപ്പൊ അതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞ ഇതാണ്, അയ്യപ്പന്റെ നാട്ടിൽ നിന്നാണ് വിമർശനം തുടങ്ങുക. കാരണം അത് അയ്യപ്പനിലൂടെ തുടങ്ങിയതാണ്, അയ്യപ്പൻ ഇവരിലൂടെ പ്രവർത്തിച്ച് വന്നതാണെന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ വിമർശനം ഉണ്ടായല്ലോ, ഈ വിമർശനം വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്താവന വരികയാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. ഇവിടെ ഇങ്ങനെ ജില്ലാ കമ്മിറ്റി ഒരു വിമർശനം ഉണ്ടായിട്ടില്ല, വീണ ജോർജ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിത, അത് അവരവിടെ പറഞ്ഞോളൂ. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന. പറയാതിരിക്കാൻ വയ്യല്ലോ. ശിവൻകുട്ടി വോട്ടിന്റെ ലീഡ് നേടാൻ വേണ്ടിയാണ് ആര്യയെ കൊണ്ട് കൊടുത്തത്. 5 വോട്ടിന്റെ ലീഡ് മാത്രം ഈ തുറന്ന വണ്ടി കയറ്റരുന്ന് സകല സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞാണെന്ന് ഇതിന് വണ്ടി കയറ്റരുത് എന്ന് പറഞ്ഞു, വണ്ടി കയറ്റരുന്ന് പറഞ്ഞാണ് തുറന്ന. നമ്മൾ അന്ന് ഈ വണ്ടി കയറുന്ന രംഗത്ത് എല്ലാവരും ഇവിടെ കളിയാക്കി ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യ കാരണം 2 പേരാ തോറ്റു. ഒരു കോർപ്പറേഷൻ ആദ്യം പോയി, അത് കഴിഞ്ഞിട്ട് അസംബ്ലി സീറ്റ് പോയി. പിന്നെ ഇത് എല്ലായിടത്തും തിരുവനന്തപുരം സെന്റർ പോയില്ലേ, അതെ, വട്ടിയൂർക്കാവ് പോയില്ലേ, അതെ. ഇവിടെ എല്ലാം CPM-ന് നഷ്ടമുണ്ടായില്ലേ. വട്ടിയൂർക്കാവിൽ 40,000 വോട്ട് ജയിച്ച പ്രശാന്ത് ആരെങ്കിലും അതും വട്ടിയൂർക്കാവിലെ MLA സ്ഥാനം രാജിവെച്ച് അവരെ വഞ്ചിച്ചിട്ട് പോയി എന്നാണ് മുരളീധരനെ കുറിച്ചുള്ള പരാതി. അവിടെ മുരളീധരനെ വീണ്ടും ജയിപ്പിക്കണം. ആര്യയുടെ സംഭാവന എന്തായാലും ഇതിനകത്തൊരു പ്രശ്നം, ഈ ആര്യമാണ്. ഇവിടെ ആര്യാവാം, അല്ലെങ്കിൽ ചിന്തയാവാം, അല്ലെങ്കിൽ ചിന്തയാവാം, ദിവ്യയാവാം, ദിവ്യയുണ്ട്, ശ്യാമളയുണ്ട്, ഗോവിന്ദനുണ്ട്. നമ്മുടെ കോട്ടയത്ത് അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇനി വേനൽ ചർച്ചയ്ക്കായിരുന്നു പറഞ്ഞു. ബിന്ദു ഉണ്ട്. ഇവരെ മഹിളാരത്നങ്ങളെല്ലാം ഇതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സഖാവ് ബിന്ദു, മന്ത്രി ബിന്ദുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഷാനവാസ്. ഞാൻ അദ്ദേഹം ഈ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ബിന്ദുവിന്റെ ഓഫീസിൽ കയറിയതിനു ശേഷം വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം ഞാൻ വിളിച്ചു. കോൺറൈഡ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹം SFIയുടെ ഞങ്ങളുടെ നേതാവായിരുന്നപ്പോൾ ഞാൻ തുറക്കമുള്ള സമയം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മന്ത്രിയോട് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട്. ഏരിയ സെക്രട്ടറി ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇവർക്ക് എന്തോ രോഗമുണ്ടെന്ന്, ഷുഗറോ മറ്റോ, അതിന്റെ ഒരു പ്രശ്നമാണെന്നോ. ഞാൻ പറഞ്ഞു, ഇവരുടെ മുഖം കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അവർക്ക് വലിയ ഷുഗർ ആയതുകൊണ്ടാണ്. എന്തേലും അങ്ങനെ രോഗമാണെങ്കിൽ നമ്മൾ കളിയാക്കേണ്ടത് പറയുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു പോയില്ലേ, ഇത് ഈ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വന്നത് എന്തോ ഒരു അഹങ്കാര വർത്തമാനമായിരുന്നു നമ്മുടെ സ്ലോഗൻ എന്നായി വെച്ച്. LDF അല്ലാതെ മാറ്റാറ്. അത് കേൾക്കുമ്പോ തന്നെ അറിയാം അഹങ്കാര വർത്തമാനം. അത് പോരാഞ്ഞിട്ട് ഇയാളുടെ മുഖം കൊടുത്തു പിണറായി വിജയൻ മുഴുവൻ ഈ ജനം വെറുക്കുന്ന ഒരു മുഖം വെച്ചില്ലേ. അല്ല, ഈ ബോർഡ് അവിടെ തന്നെ ഉണ്ടോ? അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഹൈവേ കൂടെ പോകുമ്പോൾ കണ്ടിട്ട് എടുത്ത് മാറ്റി അതെങ്ങനെ അറിയോ, ഈ ബോർഡിന്റെ സ്ഥലം മുഴുവൻ ലീസാണ്. അപ്പൊ അടുത്ത ആളുടെ യഥാർത്ഥത്തിൽ എങ്ങനെ പിടിച്ചു പറിച്ചതാ. അതായത് ഇതിനെ വലിയ കമ്പനികൾ വലിയ ലക്ഷങ്ങൾ കൊടുത്ത് വെച്ചിരിക്കുന്നത് അവരെ വിരട്ടി എടുക്കുന്നതാണ്. വലിയ സ്വർണ്ണ കടകൾ അവർക്കും പേടിയാ, അവർക്ക് പേടിയല്ലേ. അവിടെ ഇവരെ വെച്ചു, അങ്ങനെ വെച്ചിരിക്കുന്ന വേറെ തമാശ കൊണ്ട് ആലപ്പുഴ പറഞ്ഞപ്പോഴാണ് ഇന്ന് സുധാകരൻ പ്രോട്ടം സ്പീക്കറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നാളെ അടുത്ത സ്പീക്കർ വരുന്നവരെ സുധാകരൻ തന്നെയാണ് സ്പീക്കർ. നാളെ രാവിലെ പിണറായി MLA സത്യപ്രതിജ്ഞ ചെയ്യിക്കുമ്പോൾ ഇയാളെ മുമ്പ് ഒന്ന് തൊഴുതിട്ട് വന്ന് വായിക്കില്ല, വരില്ല, ഒരിക്കലും പിണറായി മെയിൻ സ്പീക്കർ അല്ല. അത് തരത്തിലൊരു സ്റ്റോറി മറുനാടൻ നമ്മളാ കൊടുത്തത്. ഇവിടുന്ന് കൊടുത്ത ഈ പ്രോട്ടൈം സ്പീക്കർ സുധാകരനാണ്, പിണറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുമെന്ന് നമ്മൾ സ്റ്റോറി കൊടുത്തു. ഇന്ന് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി എന്ന് സുധാകരനോട് നേരിട്ട് സുധാകരനോട് നേരിട്ട് സുധാകരൻ കയറി ചൂടായിട്ട് പറഞ്ഞ് അയാൾ MLA അല്ലേ, അയാൾ സത്യപ്രതിജ്ഞ ചെയ്യാതെ പിന്നെ ഇവിടെ ഞാൻ സ്പീക്കറാണെങ്കിൽ ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്യണ്ടേ, സത്യപ്രതിജ്ഞ ചെയ്യാൻ MLA ആകത്തില്ല. ശരിക്കും പറഞ്ഞാലോ ഞങ്ങൾ പറയായിരുന്നു, ആ സുധാകരനെ സ്പീക്കറാക്കി മതിയായിരുന്നു, പിണറായി സഭയിലോട് വരില്ലായിരുന്നു. സ്പീക്കറാക്കേണ്ട സുധാകരനെയല്ല, KK രമ. എല്ലാവരുടെ ഒരു വികാരം രമ ഓൾറെഡി ചെയറിൽ ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ വന്നിട്ടില്ല. അതെ, പാനൽ ചെയർമാന്മാരിൽ രമയായിരിക്കും വേറെ ഇറങ്ങി പോക്കളെ. രമ ചോദ്യം ചോദിക്കുന്ന ആളുണ്ടാവത്തില്ല, അന്നേരം പോകും. നേരത്തെ ലിസ്റ്റ് വരും രമയുടെ ചോദ്യമാണ്. ഭീരുവാണ് അത്. നോക്കൂ, ഈ നാട്ടിൽ ഞാൻ ചോദിക്കുന്നത്, ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ യുവമാരുടെ എല്ലാം വെറുപ്പിന്റെ ഇടയിൽ ഇവിടെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്നുണ്ട്. ഈ ജനങ്ങളുടെ നേതാവായി പിണറായിക്ക്
ഒറ്റയ്ക്ക് നടക്കാൻ പേടി, അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് വേണ്ടെന്നേ, ഒരു പൈലറ്റ് എസ്കോർട്ട് എടുത്തോന്നേ, അത് കുഴപ്പമില്ലെന്നേ. അത് വേണ്ട. അപ്പൊ അതുപോലും പോരാ, പുള്ളിക്ക് ഇങ്ങനെ സെക്രട്ടറിന്റെ മെയിൻ ഗേറ്റ് കൂട്ടി വെച്ചില്ലേ. ഇന്നലെയാ തുറന്നത്. മാത്രമല്ല സെക്രട്ടറി ഞങ്ങൾ പലപ്പോഴും പണ്ട് പോകുമായിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല പോകാൻ, ഞാൻ പത്രക്കാരൻ ID കാർഡ് കാണിച്ചാൽ മതി. ഇപ്പം അവിടെ എഴുതിയിട്ടുണ്ട് അനുവാദം അല്ലാതെ പ്രവേശിക്കരുത്. സ്റ്റൺ ഗണ്ണ് വെച്ചിട്ട് ആള് നിൽപ്പുണ്ട് അവിടെ വെടിവെക്കാൻ എന്നിട്ട് അവിടെ പോയി പേരെഴുതി വെച്ചിട്ട് ആരെ കാണാൻ പോകുന്നു പറയും. അപ്പൊ പത്രക്കാർക്കൊന്നും വാർത്ത കിട്ടത്തില്ല. അല്ലെ നിങ്ങളിപ്പോ മംഗളത്തിന്റെ ലേഖകനാണെന്ന് പറഞ്ഞ ഒരാളെങ്കിലും ചെല്ലുന്നു, അല്ലെ മറുനാടൻ ലേഖനാണെന്ന് ചെല്ലുന്നു, ആരെ കാണാൻ പോകുന്നു. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്ത വെളി വന്നാൽ ആ ഉദ്യോഗസ്ഥനാണ് പുറത്തു വിട്ടത്. അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ID കാർഡ് കാണിക്കണം കയറുമ്പോ, ID കാർഡ് കൊടുത്ത് പാസ് എടുക്കണം. എന്നിട്ട് ആരെ കാണാനെന്ന് ചോദിക്കും. ആ കാണാൻ പോകുന്ന ആള് വിളിച്ചു പറയണം, ഞാൻ പറഞ്ഞിട്ടാ വരുന്നത്, അല്ലാതെ വരത്തില്ല, ചുമ്മാ വിടത്തില്ല. ആ കാണാൻ പോകുന്ന ആളെ അവരുടെ ഓഫീസിൽ വിളിക്കണം. അങ്ങനെ കാണാൻ പോകുന്നത് ആരെയാണോ, സെക്രട്ടറി ആവാം, ആരെ അവര് തിരിച്ചു വിളിക്കണം. അപ്പൊ അവിടെ റെക്കോർഡഡ് ആയി ആരെ ഷാജൻ സ്കറി ഇന്നയാളെ കാണാൻ പോയി. എന്തെങ്കിലും ഒരു വാർത്ത ആ മനുഷ്യനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള വകുപ്പിൽ നിന്ന് പുറത്തു വന്നാൽ ഇവരാരും ഒരു വാർത്ത ഈ കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാ വാർത്തയും വെളി വന്നുകൊണ്ടിരുന്ന സെക്രട്ടേറിയറ്റ് ചോർന്ന ഒറ്റ വാർത്ത വെളി വന്നില്ല. അതുകൊണ്ട് വാർത്ത വരാതിരുന്നില്ലല്ലോ, വാർത്ത വന്നു. അത് വേറെ, എന്നാലും ഒരുപാട് ഇന്റർ കാര്യങ്ങൾ ഒരുപാട് തിരിമറികൾ നടന്നത് വെളിയിൽ വരാതിരുന്നു. അതെല്ലാം മാറി. ശരിക്കും പറഞ്ഞ ഇന്നലെ ആ ഗേറ്റ് തുറക്കുമ്പോ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലേ, ഒരു വെളിച്ചം. ഞാൻ പറഞ്ഞ ഈ കെ നായർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ഈ കെ നായർ പ്രഭാവർമ്മ പ്രസ് സെക്രട്ടറിയാണ്. ഞാനും വർമാജി നല്ല അടുപ്പമായിരുന്നു. ഇപ്പൊ പറയുമ്പോ ആളുകൾ നോക്കുക എങ്ങനെയാണ്, കാരണം ഈ പ്രഭാവർമ്മയായിരുന്നു 10 കൊല്ലവും പിണറായി വിജയന്റെ മീഡിയ ഡയറക്ടർ. ഓർക്കണം, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. പാടെ അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയപ്പോ ഞാൻ കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പം ഈ വർമാജിയെ കാണാൻ ഞാൻ പോകും, മിക്കവാറും പോകും. ഞാൻ എങ്ങനെ പോകുന്നറിയോ, ഈ അവിടെ ചെന്ന ചടങ്ങും ഒക്കെ ആണല്ലോ. ഞാൻ നേരെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയി അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ സാധാരണ പൊതുജനം കയറത്തില്ല, ജീവനക്കാർ പോകുമ്പോൾ വരുന്നു. നമ്മളതിലെ കൂളായിട്ട് കയറി അവിടെ നിൽപ്പൊരു പോലീസുകാരൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ ആ ഗേറ്റിൽ കൂടെ ആ പുറകെ കൂടെ കയറി. അപ്പൊ മുഖ്യമന്ത്രി ഓഫീസിന്റെ പ്രവേശമാണ്, വർമാജിന്റെ ഓഫീസ് അവിടെയായിരുന്നു, ആ ബാക്ക് സൈഡ്. അവിടെ കയറി വർമാജിന്റെ അടുത്ത് കവിതയൊക്കെ ചിരിഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ കവിതയൊക്കെ കേൾപ്പിക്കും. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന പ്രഭാവർമ്മ, അദ്ദേഹത്തിന്റെ കവിതയിൽ കിട്ടി. അദ്ദേഹം കണ്ണടച്ച് ഞാൻ ചിലത് കേൾക്കില്ല. അവൻ അത്ര ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇത് എത്ര കാല ഈ കെ നായരുടെ മുഖ്യമന്ത്രി പക്ഷെ ആ സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചു വന്നിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം തിരിച്ചു വന്നിരിക്കുന്നു. എന്തായാലും സ്വാതന്ത്ര്യത്തിന്റെ ഒരു വെള്ളി വെളിച്ചം. മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകണം. ഇന്ന് സിൽവർ ലൈൻ, പ്രധാനപ്പെട്ട കാര്യം, സിൽവർ ലൈൻ തീരുമാനമായി. ആ ഒരു അടുക്കളയിൽ കൊണ്ട് എത്ര കുട്ടികളുടെ വിവാഹം മുടങ്ങിപ്പോയി, എത്ര പേരുടെ വീടുകൾ, ഈ വീടും സ്ഥലവും പണയം വെച്ചിട്ട് വേണ്ട ഇവർക്ക് ശരിക്കും പിണറായിയുടെ കുറ്റിയൂരി തന്നെ പറയേണ്ടി വരും ഇതിന്. അതെ, ഡീനോട്ടിഫൈ ചെയ്തല്ലോ. അത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദ്ധതി കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. അതിന്റെ പ്രാഥമിക കമ്മീഷൻ ഇവർ അടിച്ചെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന് എത്ര കോടികൾ നഷ്ടം. അതിന് ഇരകളും ഭൂരിപക്ഷവും പത്തനംതിട്ടക്കാരായിരുന്നു. അതെ, ചെങ്ങന്നൂര് അതെ, സജി ചെറിയാന്റെ വീടിന്റെ നടുക്കൂടായിരുന്നു ഇത് വരണം. അലൈൻമെന്റ് നമ്മൾ ആ വാർത്ത പുറത്തു വിട്ടു. എന്നിട്ട് അത് ഒരു പാവം പിടിച്ച അമ്മച്ചിയുടെ അടുക്കളക്കകത്തോട്ട് കുറ്റി അടിച്ചിട്ട് ഈ വാർത്തയും പടവും കൂടെ മനോരമയുടെ 1ാം പേജ് വന്നു. അത് നമ്മുടെ സുഹൃത്ത് അനീഷ് എന്ന് പറഞ്ഞ പുള്ളിയെടുത്ത് ഇത് വന്ന പറയും ഇത് ഭയങ്കര ഡാമേജ് ആയി. സജി ചെറിയാൻ ഓടി അവിടെ ചെന്നു. ഇവരെ എല്ലാം സോപ്പിടുന്നു. അപ്പൊ എന്താ പറഞ്ഞു വന്നപ്പോ എല്ലാ സഖാക്കന്മാരുടെ നെഞ്ചത്തൂടാ ഇത് പോകുന്നത്. വലിയ സഖാവിന്റെ വീട് ഒഴിവാക്കിയാലും ഈ വലിയ സഖാവിന്റെ വീട് ഒഴിവാക്കിയാലും ബാക്കി വരുന്ന അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ആരും ഒരു പടം ഇട്ടിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു വീടിന്റെ പഴയ ഓൾട്ടർ വീടിന്റെ പകുതി കൂടെ റോഡ് വയ്ക്കുന്നു. സഹോദരനായപ്പന്റെ വീടായിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു. അപ്പൊ അന്ന് വന്നപ്പോ എഞ്ചിനീയർ വളച്ച് ഈ പറഞ്ഞതുപോലെ വളച്ചു. അപ്പൊ അതുപോലെ സാറിന്റെ വീട് രക്ഷിക്കാൻ വന്ന് എന്റെ വീട് പാതി ഓട്ടെന്ന് പറഞ്ഞു. മന്ത്രിയായിരുന്നു തിരുക്കൊച്ചി, അവിടെ കൊച്ചി മന്ത്രിയായിരുന്നു. പൊതുവരാത്തുണ്ടായിരുന്നു അതെ, ആ മന്ത്രിയായിരുന്നു. ആ പുള്ളി വീട് പോയി, വാതി പോയി. എന്തായാലും നല്ല തുടക്കമാണ് സർക്കാർ ഇതുവരെ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും പിന്നെ അദ്ദേഹത്തോട് മാത്രമല്ല വേറൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യത്തിന്റെ ലക്ഷണമായിരുന്നു ബുധനാഴ്ച ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രക്കാരും
മുഖ്യമന്ത്രി തമ്മിൽ സംവാദം. അതെ 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 അത് 10 വർഷം ഇല്ലാതായിപ്പോയി. അതെ. ഒരിക്കലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരു കുറിപ്പിറക്കുന്നല്ലാതെ പിണറായി വിജയൻ അദ്ദേഹത്തിന് PR വേണ്ടപ്പോൾ മാത്രം പത്രക്കാരെ കണ്ടു കോവിഡ് കാലത്തൊക്കെ. അങ്ങനെയാണല്ലോ. കാരണം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അടിയിൽ നിന്ന് എടുക്കുകയാണ്. കാരണം ചോദ്യം ചോദിക്കാൻ നേരത്തെ അത് കൊടുത്തിട്ടുണ്ടല്ലോ. അത് തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് എന്ത് ചോദ്യവും പത്രക്കാർക്ക് അതെ പൂക്കി സതീശൻ ആ ജനാധിപത്യം തിരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആദ്യം സൂചിപ്പിച്ച അവതാരങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ നന്മയൊക്കെ ഇന്നിപ്പോ കാണൂ. അവിടെ ആ കിഴക്കമ്പലത്ത് അത് ഒഴിപ്പിക്കുന്ന സംഭവം ഉണ്ടായപ്പോ എന്തൊരു വികാരഭരിതമായിട്ടാണ് പലരും സർക്കാരിനെതിരെ പറഞ്ഞത്. അവർ കാത്തിരിക്കുകയാണ് ആയുധവുമായി. ഏത് ആയുധവും അവർ ഉപയോഗിക്കും. പിന്നീട് അത് വെറും ഒരു എന്താ പറയുന്നത് ഗുണമില്ലാത്ത സാധനം തിരിച്ചറിയുമ്പോഴേക്കും അധികാരം നഷ്ടപ്പെട്ടിരിക്കും. സൂക്ഷ്മതയുണ്ടെങ്കിൽ നല്ലത്. നമസ്കാരം.